നമസ്തേ. വേദിയിൽ ഭാരതാംബയുടെ ചിത്രം സ്ഥാപിച്ചു എന്ന കാരണത്താൽ കൃഷിമന്ത്രി പി പ്രസാദ് രാജ്ഭവനിൽ നടന്ന പരിസ്ഥിതി ദിന പരിപാടി ബഹിഷ്കരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ വിവാദമാകുന്നത്. കാവിക്കൊടിയേന്തി നിൽക്കുന്ന ഭാരതാംബയുടെ ചിത്രമാണ് മന്ത്രിയെ ചൊടിപ്പിച്ചതത്രേ. ഭാരതാംബയുടെ ചിത്രത്തിനു മുന്നിൽ വിളക്കു തെളിച്ച പുഷ്പാർച്ചന നടത്തിയാണ് കഴിഞ്ഞ ദിവസവും രാജ്ഭവനിൽ പരിപാടികൾ നടന്നിരുന്നത്. എന്നാൽ പരിസ്ഥിതി ദിനാചരണം സർക്കാർ പരിപാടിയായതിനാൽ ചിത്രം മാറ്റണം എന്ന് കൃഷി വകുപ്പ് ആവശ്യപ്പെട്ടു എങ്കിലും ഗവർണർ അതിന് വഴങ്ങിയില്ല. അതാണ് പിന്നെ തർക്കത്തിന് ഉടലെടുത്തത്. രാജ്ഭവനിൽ നടക്കുന്ന പരിപാടിയിൽ എന്തു വേണം എന്ന് രാജ്ഭവൻ തീരുമാനിക്കും എന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നിലപാട് സ്വീകരിച്ചു. ഭാരത് മാതാവിന്റെ ചിത്രം എന്തിനു മാറ്റണം എന്ന ചോദ്യമാണ് ഗവർണർ അവിടെ ഉയർത്തിയത്. ചിത്രം മാറ്റാൻ കഴിയില്ല എന്ന ഗവർണർ നിലപാടെടുക്കുകയും ചെയ്തു. തുടർന്നാണ് സർക്കാർ ഈ പരിപാടിയിൽ നിന്നും ഒഴിവായത്. ഭാരതാംബയുടെ പടമല്ലാതെ പിന്നെ എന്ത് പടമായിരുന്നു അവിടെ വെക്കേണ്ടത്? സോണിയയുടെയോ? അല്ല. എന്നാ പിന്നെ ഈ കഞ്ചാവൻ ചെഗ്വേരയുടെയോ അല്ലെങ്കിൽ റഷ്യക്കാർക്ക് പോലും വേണ്ടാത്ത ലെനിൻ കാൾ മാക്സിന്റെയോ ഒക്കെ പടം അവിടെ വെച്ചാലോ? അതോ ഇനി പാക്കമ്പയുടെ പടമായാലോ? അതാകും ചിലപ്പോൾ CPM താല്പര്യം. CPIM പാർട്ടി കോൺഗ്രസ് പലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച കഫിയ അണിഞ്ഞു വന്ന ടീംസ് അല്ലേ ഇവരെല്ലാം. അപ്പൊ പിന്നെ പാക് അമ്പയുടെ പടമാകും ഇവർ ഇനി നിയമസഭയിലും രാജ്യസഭയിലും വേണമെങ്കിൽ ലോക്സഭയിലും ഒക്കെ വെക്കാൻ ആഗ്രഹിക്കുക. കഫിയ അണിഞ്ഞു നടക്കാം. ഭാരതാംബയുടെ ചിത്രം കണ്ണിന് നേർ കാണാൻ പറ്റില്ല ഈ ജാതിക്കാർക്ക്. ഇന്ത്യയെ സ്നേഹിക്കുന്നവർക്കുള്ളതാണ് ഭാരതാംബയും. രാജ്ഭവന്റെ സെൻട്രൽ ഹാളിൽ നടന്ന ഈ പരിപാടികളിൽ ഭാരതമാതാവിന്റെ ചിത്രവും ദേശീയ ഗാനാലാപനവും നിർബന്ധമാക്കിയിരുന്നു. ചിത്രം മാറ്റാൻ കഴിയില്ല എന്ന ഗവർണർ നിലപാടെടുത്തു. തുടർന്നാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സർക്കാർ ഈ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നത്. ഗവർണർ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ മന്ത്രി പ്രസാദ് ആയിരുന്നു അധ്യക്ഷൻ. പി പ്രശാന്ത് മുഖ്യ പ്രഭാഷകരുമായിരുന്നു. പൊതുപരിപാടികളിൽ ഉപയോഗിക്കുന്ന ഭാരത് മാതാവിന്റെ ചിത്രമല്ല ഇത് എന്നും RSS പരിപാടികളിൽ ഉപയോഗിക്കുന്ന ചിത്രമാണ് ഇതെന്നും അത് എന്തിനാണ് ഇവിടെ ഉപയോഗിക്കുന്നു എന്നായിരുന്നു ഈ മന്ത്രിയുടെ വാദം. രാജ്ഭവനിലെ പരിപാടി നടക്കാതെ വന്നതോടുകൂടി കൃഷി വകുപ്പിന്റെ പരിസ്ഥിതി ദിനാഘോഷം ദർബാർ ഹാളിലേക്ക് മാറ്റി രാജ്ഭവൻ സ്വന്തം നിലയിൽ ലോക പരിസ്ഥിതി ദിനാഘോഷം അവിടെ നടത്തുകയും ചെയ്തു. ഇനി ഇത് RSS ഉപയോഗിക്കുന്ന ഭാരത മാതാവിന്റെ ചിത്രമാണ് എന്ന് പറയുന്നവരോട് 1925 RSS രൂപീകരിക്കുന്നതിന് മുൻപ് തന്നെ സ്വാതന്ത്ര്യ സമര സേനാധിപർ ഉപയോഗിച്ചിരുന്ന വൈകാരിക ചിത്രമാണ് ഈ ഭാരത മാതാവിന്റെ ചിത്രമെന്ന് നിങ്ങൾ അറിയണം. ഭാരത വിരുദ്ധരായവർക്ക്, ഭാരതത്തിന്റെ DNA സ്വന്തം രക്തത്തിൽ ഇല്ലാത്തവർ ഇതല്ല ഇതിനപ്പുറവും വിളിച്ചു പറയും. സംഭവം ഇതൊന്നുമല്ല. ഭാരതാംബയുടെ ചിത്രത്തിലെ പച്ച പെയിന്റ് അടിച്ചതായിരുന്നെങ്കിൽ നമ്മൾ സമ്മതിക്കുമായിരുന്നു. ഭാരതത്തിന്റെ ശത്രു സത്യത്തിൽ ചൈനയും പാകിസ്ഥാനും ഒന്നുമല്ല. ദേ ഇവിടെ തന്നെയുണ്ട് ഭാരതത്തിന്റെ ശത്രുക്കൾ.